കഴിഞ്ഞ 2 ദിവസക്കാലമായിട്ട് കേരളത്തിലെ ചർച്ച എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. കേരളത്തിലെ പൊതുമാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ചില ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ചില രേഖകളുടെ അടിസ്ഥാനത്തിൽ ചില ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ആ സമയത്ത് തന്നെ ആ പരാതി ആരോപണം മുന്നോട്ട് വന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് നിലവിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാവുകയാണ്. അതിനുശേഷം ഇപ്പോൾ 2 ദിവസം തികയുമ്പോൾ അദ്ദേഹത്തിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാവുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇന്നടക്കം ചാനൽ ചർച്ചകളിൽ BJP-യുടെയും CPM-ൻ്റെയും പ്രതിനിധികൾ വന്നിട്ട് പറയുന്നത്, നിങ്ങൾ കേവലം കണ്ണിൽ പൊടിയിടാനുള്ള നടപടികൾ എടുത്തുകൊണ്ട് കൈകഴുകി പോകാനാണ് കോൺഗ്രസ് തയ്യാറാവുന്നത്, കോൺഗ്രസ് ആ തരത്തിലുള്ള നടപടികളാണ് എടുത്തിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ, മുൻകാലങ്ങളിൽ ഇതുപോലെ തന്നെ സമാനമായ ആരോപണങ്ങൾ വന്നപ്പോൾ ഏത് തരത്തിലുള്ള നടപടികളാണ് ഈ ആളുകളൊക്കെ തന്നെ എടുത്തത് എന്ന് നമ്മൾ ഓർക്കേണ്ടത് കൂടിയുണ്ട്. ഇവർ ആഗ്രഹിക്കുന്നത് ഇവരെ നിശ്ചിതമായ രീതിയിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ രാഷ്ട്രീയമായി പ്രതിരോധം തീർത്ത ഇവരുടെ ആരോപണങ്ങൾ രാഷ്ട്രീയപരമായി ആക്രമിച്ച രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന മൂർച്ചയേറിയ ആ നാവിൻ്റെ ഉടമയെ ഇവർക്ക് പൊതുമധ്യത്തിൽ വിചാരണ ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്ക് ഇട്ടുകൊടുക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് എങ്കിൽ, ആ രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ ഇട്ടുകൊടുക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി ഒരു കാരണവശാലും ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തി സ്വയം നവീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ഏതൊരു വ്യക്തിക്കും ഇന്ത്യൻ നിയമവ്യവസ്ഥകൾ നൽകുന്നത് പോലെ തന്നെ ഒരു അവസരം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് തെറ്റ് തിരുത്തി മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നൽകണമെന്ന് തന്നെയാണ് ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയ്ക്ക് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, CPM-നോ BJP-ക്കോ എതിരായിട്ട് ഇത്തരമൊരു ആരോപണം കടന്നു വരുമ്പോൾ അവർ സ്വീകരിക്കുന്ന പോലെയുള്ള കേവലം താക്കീതിലോ അതല്ലെങ്കിൽ തീവ്രത അളക്കാൻ വേണ്ടി അന്വേഷണ കമ്മീഷനായിട്ട് നേതാക്കന്മാരെ പറഞ്ഞയച്ചുകൊണ്ട് ആ പീഡനത്തിൻ്റെ തീവ്രത അളക്കാനോ കോൺഗ്രസ് ഇവിടെ തയ്യാറായിട്ടില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ വഴി ഒരു ആരോപണം വന്നപ്പോൾ വന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് നടപടിയെടുത്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. ആ നടപടിയെടുത്ത് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടെങ്കിൽ, അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ പല ചർച്ചകളും നടക്കുമ്പോൾ CJP മുന്നണിയുടെ ആളുകൾ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്, അദ്ദേഹത്തെ ഈ തെറ്റിൻ്റെ പേരിൽ തൂക്കിക്കൊല്ലണമെന്ന രീതിയിലാണ് അവരുടെ പ്രതികരണങ്ങൾ വരുന്നത്. ആദ്യം സ്വന്തം പാർട്ടിക്കകത്ത് വന്ന ആരോപണങ്ങൾക്കകത്ത്